വെളിപ്പാട് അധ്യായം 1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നവ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുപ്പാൻ ദൈവം അത് അവിടുത്തേക്ക് നൽകി. അവിടുന്ന് തന്റെ ദൂതനെ അയച്ച് അത് തന്റെ ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതെല്ലാം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായവങ്കിൽ നിന്ന് അവിടുത്തെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ജനിച്ചവനും ഭൂരാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചവനും തന്റെ ദൈവവും പിതാവുമായവനു വേണ്ടി നമ്മെ രാജ്യവും പുരോഹിതന്മാരുമായി നിയമിച്ചവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവിടുന്ന് മേഘങ്ങളിൽ വരുന്നു. എല്ലാ കണ്ണുകളും തന്നെ കുത്തിത്തുളച്ചവരും അവിടുത്തെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവിടുത്തെ ചൊല്ലി വിലപിക്കും. അതെ, ആമേൻ. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ആയിരിക്കുന്നവനും ആയിരുന്നവരും വരാനിരിക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും പങ്കാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്നിങ്ങനെ കാഹളതുല്യമായ ഒരു മഹാശബ്ദം എന്റെ പിന്നിൽ ഞാൻ കേട്ടു. എന്നോട് സംസാരിച്ച ശബ്ദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളെയും അവയുടെ നടുവിൽ നീലയങ്കി അണിഞ്ഞ് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവനെയും കണ്ടു. അദ്ദേഹത്തിന്റെ തലയും തലമുടിയും വെൺകമ്പിളി പോലെയും ഹിമം പോലെ വെണ്മയുള്ളതും, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കും കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിനും ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പലിനും തുല്യം. വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യതുല്യം പൂർണ്ണ ശക്തിയോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ ആ പാദങ്ങളിൽ വീണു. വലങ്കൈ എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എഴുതുക. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രങ്ങളുടെയും 7 പൊൻവിളക്ക് തണ്ടുകളുടെയും മർമ്മം ഇതാകുന്നു. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരും 7 വിളക്കുതണ്ടുകൾ 7 സഭകളും അത്രേ.